Hey guys, welcome to the most underrated podcast in Malayalam, After Hours Malayalis. So ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സേവ് അബ്ദുൽ റഹീം. എങ്ങനെയാണ് കേരളക്കര ഇത്രയൊരു 34 കോടി രൂപ ക്രൗഡ് ഫണ്ട് ചെയ്ത് ഒരു അതിന്റെ ഫുൾ ഡീറ്റെയിൽ സ്റ്റോറിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതെ, അതിന്റെ അവിടെയും ഇവിടെ അല്ല, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വാട്ട്സ് ദ കോണ്ടെക്സ്റ്റ്, എന്താണ് ഇതിന്റെ ബാക്ക് സ്റ്റോറി, എങ്ങനെയാണ് ക്രൗഡ് ഫണ്ട് ചെയ്തത്, എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കനേഡിയൻ പോലീസിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, അവരുടെ കഴിവില്ലായ്മ, അവരുടെ ജാഗ്രത, അങ്ങനെ പല സംഭവങ്ങളും ഞങ്ങൾ ഇതിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈദ് ഔട്ട്ഫിറ്റിലാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാവരും ഈ ഒരു എപ്പിസോഡ് എൻഡ് വരെ കേൾക്കുക. സൗദേ റോൾ ദ ഇൻട്രോ മ്യൂസിക് പ്ലീസ്. ഹേ ഗായ്സ്, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലോട്ട് വീണ്ടും സ്വാഗതം. ജയാൻ, നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നു, എൻ്റെ ലൈഫിൽ ഒരു പകുതി മുക്കാലും എൻ്റെ ലൈഫ് നീ ഇൻജസ്റ്റിസ് ആയിട്ട് ജയിലിൽ അകപ്പെട്ടാണ്ട് ജീവിക്കുക. അതായത് നീ ചെയ്യാത്തൊരു തെറ്റ്, അല്ലെങ്കിൽ ഇത്രയും കാലം ജയിലിനകത്ത് വെറുതെ കിടക്കണ്ടെന്ന് തോന്നിപ്പോയ നിന്റെ നല്ല നാളുകൾ മൊത്തം ആ ഒരു ജയിലിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? Can you imagine that situation? ഞാൻ ഏറ്റവും കൂടുതൽ പ്രൈഡ് എടുക്കുന്നത് എൻ്റെ ഈ മെന്റൽ സ്ട്രെങ്ത്തിലാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടക്കിടക്ക് ഒരു ഇമാജിനറി സിനാരിയോയിൽ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എൻ്റെ മെന്റൽ സ്ട്രെങ്ത്തിനെ ചാലഞ്ച് ചെയ്യുന്ന എന്തൊക്കെ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും. അതിപ്പോ ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അങ്ങനെയൊക്കെ സംഭവിച്ച് ഞാൻ ഒരു പാരലൈസ് ആയി പോയാല്, എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാല്, അങ്ങനെ അതിൽപ്പെട്ട ഒരു സിറ്റുവേഷനാണ് ഞാൻ എൻ്റെ ലൈഫിന്റെ പ്രൈം ടൈം മൊത്തം ജയിലിൽ അകപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അതെ. സോ ഇന്ന് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൽ സംസാരിക്കാണ്ടായിരുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ, എല്ലാവരും ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും സേവ് അബ്ദുൽ റഹീം, അബ്ദുൽ റഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പല ആൾക്കാർക്കും ഈ ഇൻസിഡന്റ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് വളരെ ഫ്യൂച്ചറിലായിരിക്കും ആരെങ്കിലും ഡിസ്കവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ ആ കോണ്ടെക്സ്റ്റ് തരും. അതെ. സോ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചാല്, അബ്ദുൽ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് സ്വദേശി, നാട്ടിലൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഇങ്ങേര് റിയാദില് ഒരു സൗദിന്റെ വീട്ടില് ഡ്രൈവർ വിസക്ക് എത്താണ്. അപ്പൊ പൊതുവെ നിനക്കറിയാലോ, സൗദി അറേബ്യയിൽ ഡ്രൈവർ വിസക്ക് എത്താന്ന് പറയുമ്പോ എല്ലാരും പൊതുവെ പറയും ഇവരെ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോകും, അത് കഴിഞ്ഞാൽ ഫ്രീ ആണ്, ഫുഡും താമസമൊക്കെ ഈ അറബിന്റെ വീട്ടിൽ തന്നെ. മെയിൻ ആയിട്ട് ഈ ഡ്രൈവേഴ്സിനെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സൗദിയിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ സ്ത്രീകൾക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ഡ്രൈവർ. അതുപോലെ തന്നെ എപ്പോഴും ഒരു സ്ത്രീകൾക്കുള്ള ഒരു കാർ എന്ന് പറയുന്ന ടൊയോട്ട ഇന്നോവ ആയിരിക്കും. അതുകൊണ്ട് ടൊയോട്ട ഇന്നോവ സ്ത്രീകളുടെ കാറായിട്ടാണ് സൗദീസ് കൺസിഡർ ചെയ്യുന്നത്. അത് ഐ വാസ് ടുഡേ ഇയേഴ്സ് ഓൾഡ്. ഓക്കെ. അങ്ങനെ ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു അറബ് ഫാമിലിയില് ഒരു 15-14 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർക്ക് ലൈക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ എല്ലാ ആർട്ടിക്കിൾസും പിന്നെ കോണ്ടാക്ട്സ്, പിന്നെ അതേപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ട വീഡിയോ ഒക്കെ വെച്ചത് പ്രകാരം ഈ കുട്ടിൻ്റെ അസുഖം എന്താണെന്ന് അതിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അതായത് ഇനിയിപ്പോൾ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയാണോ അതോ വേറെ എന്തെങ്കിലും ചലഞ്ചാണോ എന്താണെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ കുട്ടിക്ക് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ഡെയിലി റൂട്ടീനിലൂടെ നടന്നു പോകണമെങ്കിൽ എപ്പോഴും ഒരു ബ്രീത്തിങ് എക്യുപ്മെന്റ് ഉണ്ടാവുമായിരുന്നു. ഓക്സിജൻ സിലിണ്ടർ പോലെ ഏതൊരു സിനിമ ഉണ്ടല്ലോ, മറ്റേ ദിൽ ബേച്ചാറിന്റെ ഇംഗ്ലീഷ് മൂവി ഇല്ലേ, അതേപോലത്തെ ഒരു സംഭവം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഇവര് ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ദിൽ ബേച്ചാര എന്റെ ഫേവറേറ്റ് റൊമാൻറ്റിക് മൂവിയാണ്. ഓക്കെ, ബാക്ക് ടു ദ സ്റ്റോറി. അപ്പം ഈ കുട്ടി എന്തോ ട്രാഫിക് സിഗ്നലിലായപ്പോ, റെഡ് ലൈറ്റ് ആയപ്പോ, ഈ അബ്ദുൽ റഹീം ആയി ഡ്രൈവറിനോട് ലൈറ്റ് കട്ട് ചെയ്തുകൊണ്ട് ട്രാഫിക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി അത് നിയമലംഘനമാണ്, അൺസേഫ് തിങ് ടു ഡു ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അബ്ദുൽ റഹീം അത് കേട്ടില്ല. ഉടനെ തന്നെ ഈ കുട്ടി അബ്ദുൽ റഹീമിനെ മേത്തേക്ക് തുപ്പുക, അതേപോലെ അദ്ദേഹത്തെ അടിക്കുക എന്നൊക്കെ ഉള്ള റീസണൊക്കെ അതിൽ മെൻഷൻ ചെയ്തു. ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു ദേഷ്യം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ആ ഒരു ഇറിറ്റേഷനുള്ള രീതിയിൽ മുപ്പൊരു കൈ എന്തോ തട്ടി മാറ്റിയപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ മേലെ അത് എഫക്ട് ചെയ്ത്, ഈ തട്ടിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. അങ്ങനെ ഓക്സിജൻ സിലിണ്ടർ അത് വീണു. ഈ ഒരു
എയർ കൊടുക്കുന്ന ഈ ഒരു സംഭവം അവിടെ നിലച്ചു, അങ്ങനെ തന്നെ കുട്ടി പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി, അങ്ങനെ മരിച്ചു എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾസിലൊക്കെ എഴുതിയത്. അപ്പൊ ഇതിന് അതല്ല, അപ്പൊ മൂപ്പര് തട്ടിയപ്പോ മൂപ്പര് അറിഞ്ഞില്ല ഇത് തട്ടിയ കാര്യം, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ പോലത്തെ സാധനം വീണപ്പോ അത് അറിഞ്ഞില്ല. ഞാൻ വായിച്ചത് എന്താ വെച്ചാല് മൂപ്പര് തട്ടി അങ്ങനെ വീണു അറിഞ്ഞു, അപ്പോ തന്നെ മൂപ്പര് വേഗം ആംബുലൻസ് ഒക്കെ വിളിച്ചു. പക്ഷെ അവരെത്തിയപ്പോത്തിനും ഈ കുട്ടി ശ്വാസം കിട്ടാതെ അൺകോൺഷ്യസ് ആയി മരിച്ചു. മാസ്ക് ആണോ അതോ ഒരു ട്യൂബ് പോലെ മൂക്കിലേക്ക് പോകുന്ന രീതിയിലാണോ? അതൊന്നും എനിക്കറിയത്തില്ല. എന്റെ പരിമിതമായ റിസർച്ചിലും ആർട്ടിക്കിൾസിലൊന്നും ഇത്ര വ്യക്തമാക്കി എഴുതിയിട്ടില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഇത് കഴിഞ്ഞു. അങ്ങനെ ഇയാള് ജയിലിൽ ശിക്ഷ അനുവദിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടു. അപ്പൊ ഇയാൾക്ക് ചെറിയ കുട്ടീനെ കൊന്നു എന്നുള്ള മർഡർ എന്നുള്ള രീതിയിലുള്ള അയാൾക്ക് ശിക്ഷ വിധിക്കപ്പെട്ടു. അങ്ങനെ ജീവപര്യന്തം എന്നുള്ള രീതിയിലാണ് ശിക്ഷ കൊടുത്തത്. ആക്സിഡന്റലി സംഭവിച്ച കാര്യം, ആക്സിഡന്റിൽ സംഭവിച്ചൊരു കാര്യം ജീവപര്യന്തം ശിക്ഷ കൊടുത്തു. എന്നിട്ട് 2018 മൂപ്പർക്ക് ഡെത്ത് സെന്റൻസ് ആയിട്ടുള്ള വിധി വരുന്നത്. അതായത് കുടുംബം മാപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡെത്ത് സെന്റൻസ് വിധി 2018 വന്നു. 2018 വന്നെങ്കിലും അവിടുത്തെ സുപ്രീം കോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത് 2022 വരെ ഹോൾഡ് ചെയ്ത് 2022 വരെ ഹോൾഡ് ചെയ്ത് വീണ്ടും ഈ കേസിൽ കുറെ കോർട്ട് ഹിയറിംഗ്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവസാനം ഒക്ടോബർ 16, 2023 ഈ അറബി കുടുംബം ഇവരോട് ദിയ, അതായത് ബ്ലഡ് മണി എന്നുള്ള രീതിയിൽ അവർ ആവശ്യപ്പെട്ടു. അവര് ബ്ലഡ് മണി ആയിട്ട് ചോദിച്ചത് 1.5 മില്യൺ സൗദി റിയാൽസ് ആണ്. അതായത് 15 ലക്ഷം സൗദി റിയാൽസ്. ഒരു സൗദി റിയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 20, 21, 22 ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ കൂടി താഴ്ന്നുള്ള ഒരു നമ്മളൊക്കെ വരുന്ന സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് 18 ശരിയാ. അതെ. അപ്പം ഈ ഒരു എമൗണ്ട് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 34 കോടി ഇന്ത്യൻ റുപ്പീസാണ് ഈ ബ്ലഡ് മണി വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ അറബ് ഫാമിലി വിചാരിച്ചിട്ടുണ്ടാവും ഡ്രൈവർ വിസക്ക് വന്ന് ഇവന് എങ്ങനെയാണ് 34 കോടി ഉണ്ടാക്കുക, ഈ ഒരു പൈസ ഉണ്ടോ അവർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവന്റെ ജീവൻ അങ്ങ് വിടാനുള്ളതില് മേ ബി അവരൊരു പൈസനോടുള്ള ആവശ്യം കൊണ്ടാവില്ല, പക്ഷെ ഇതൊരു ഇമ്പോസിബിൾ നമ്പർ അങ്ങ് പറഞ്ഞു കൊടുത്തണ്ട് ഇവരങ്ങോട്ട് വധശിക്ഷയിൽ ഇതാക്കാന്നുള്ള രീതിയിലായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം അവരെ ഭാഗത്ത് നോക്കുമ്പോ ഇവരെ 15-14 വയസ്സ് മോനെ കൊന്ന ഒരു മർഡർ എന്നുള്ള രീതിയിലാണ് അവര് ഇങ്ങനെ ആര് കണ്ണോണ്ടായിരിക്കും നോക്കുക. ഇത്രയും കൊല്ലമായിട്ട് അവർക്ക് അത് പുറത്തു കൊടുക്കാനോ ക്ഷമിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ അതല്ല, എത്ര വർഷം ഇയാള് ജയിലിൽ കടന്നു? അതെ, 2006 ഈ ഇൻസിഡന്റ് നടന്നാണ്ട് മൂപ്പര് ജയിലിൽ പോകുന്നത്. 2006 എന്ന് പറയുമ്പോ എനിക്ക് ഒരു 5 വയസ്സുള്ളൂ. എനിക്ക് 6 വയസ്സ്. എന്തല്ലേ. എന്നിട്ട് അത്ര വർഷം ഇയാള് ജയിലിൽ കടന്നു. അതെ, അത്ര വർഷം ഇയാള് ജയിലിൽ കടന്നു. ഒരു ബേസിക്കലി ജീവപര്യന്തത്തിന്റെ ഒരു ടൈമൊക്കെ പോലെ ഇയാള് ജയിലിൽ കടന്നു. അതാണ്, ഇയാളെ ജീവപര്യന്തത്തിന് വേണ്ടിയിട്ട് അയാളെ വിധിച്ചു. എന്നിട്ട് ഇയാൾ ഇത്രയും കൊല്ലം കടന്നു. പിന്നീട് ഇത്രയും കൊല്ലം കടന്നതിന് ശേഷം ഇനിയിപ്പോ ഈ ഫാമിലിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ട് മാപ്പ് കൊടുക്കുകയാണെങ്കിലും മൂപ്പര് റിലീസ് ചെയ്യായിരുന്നു. പക്ഷെ അവര് ആരും മാപ്പ് കൊടുത്തില്ല. അതുകൊണ്ട് ഇങ്ങേർക്ക് ഡെത്ത് സെന്റൻസ് ജീവപര്യന്തം കടന്നു എന്ന് മാത്രമല്ല, എന്നിട്ട് ഇയാളെ ഡെത്ത് സെന്റൻസിന് അങ്ങ് വിധിച്ചും ചെയ്തു. എന്നിട്ട് അത് എന്താ റിലീസ് ആകണമെങ്കിൽ മോചിപ്പിക്കണമെങ്കിൽ 34 കോടി ഇന്ത്യൻ റുപ്പീസ്. അങ്ങനെ ഇതങ്ങ് അറിഞ്ഞതോടുകൂടി പോസിബിൾ ടാസ്ക്. അതെ, അതും ഒക്ടോബർ 16, 2023 പറഞ്ഞ 6 മാസം സമയമാണ് കൊടുത്തത്. അതായത് ഏപ്രിൽ 16, 2024 വരെ ഈ 6 മാസം കൊണ്ടാണ് ഈ പൈസ ഇവര് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഇവര് എനിക്ക് തോന്നുന്നു ഇവര് ഒരു മാർച്ച് എൻഡ് ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു ക്യാമ്പയിൻ ഇത്രക്കും ശക്തമായതും. ഞാനിത് എല്ലാരും സ്റ്റോറി ഇടുന്ന കണ്ടപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഇവരെന്താ ഇത് കുറച്ച് മുന്നൊന്നും തുടങ്ങാതിരുന്നത്, ഇപ്പോഴാണോ പറയുന്നത് ഒരു 7 ദിവസം ബാക്കിയുള്ളൂ എന്നൊക്കെയാണല്ലോ എല്ലാ റീൽസിലും അതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇവര് ആപ്പ് ഉണ്ടാക്കി. ഈ ഒരു ആപ്പ് വഴി എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യുക. ആപ്പിലാണെങ്കിൽ ഞാൻ ഇന്നാണ് ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തത് എൻ്റെ ഒരു റിസർച്ച് പേർപ്പസിന് കാരണം. അപ്പൊ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതുവരെ എത്ര ആൾക്കാർ എമൗണ്ട് കൊടുത്തു, ആരൊക്കെയാണ് എമൗണ്ട് കൊടുത്തത് നോക്കുമ്പോൾ കുറെ കൂട്ടായ്മകളും കുറെ സൗദിയിലുള്ളതും അതേപോലെ നാട്ടിലുള്ള കുറെ കൂട്ടായ്മകൾ 10-20 ലക്ഷമൊക്കെയാണ് അവർ ഡൊണേറ്റ് ചെയ്തത്. പിന്നെ ജില്ലാ കണക്കിന് ഇങ്ങനെ ഒരു പട്ടിക ഒക്കെ ഉണ്ട്. അതിൽ കോഴിക്കോട്, അതായത് ഓരോ സ്ഥലങ്ങൾ ഫുൾ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 30 ലക്ഷത്തോളം, മലപ്പുറത്ത് നിന്ന് ഏകദേശം 12-14 ലക്ഷം, പിന്നെ കണ്ണൂർ, അങ്ങനെ എല്ലാ ജില്ല ഈ ഒരു ഭാഗം കണ്ടതെന്ന് വെച്ചാല് 34 കോടിയല്ലേ കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഇന്ത്യയുടെ കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറഞ്ഞാല് 34 ലക്ഷമാണ്. അപ്പൊ ഒരാള്
34 രൂപ കൊടുത്താൽ തന്നെ എല്ലാവരും കൊടുത്താൽ നമുക്കിത് മീറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ മലയാളികളാണ്, നമ്മൾ ഒന്നിക്കണം, ഇങ്ങനത്തെ റഹീമിന് വേണ്ടി സേവ് റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കണ്ടത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ 16 ഈ ഒരു സംഭവം, ഏപ്രിൽ 16 വരെയാണ് ഇതിന്റെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. ഇവരെല്ലാരും ഏപ്രിൽ 16 ഇത് കഴിയും, അതിന്റെ മുന്നേ ഒരു തീരുമാനം ആവണം എന്ന് പറഞ്ഞാൽ ഞാനും സെമീറും സത്യത്തിൽ ഒരു നോമ്പൊക്കെ തുറന്നിരുന്ന് ഇങ്ങനെ ഇതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനൊക്കെ പറഞ്ഞു, സെമീറും ഞാനും ഞങ്ങളന്ന് പറഞ്ഞത് കോടിയൊക്കെ ഇപ്പൊ ഒരു ലൈഫിന് ആൾക്കാര് കൊടുക്കോ. അതെ, ഞങ്ങളന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഇനിയിപ്പോ യൂസുഫ് അലി ഒക്കെ വിചാരിച്ചാൽ ഞാനതാ പറഞ്ഞത്, ഈ ന്യൂസ് എന്തായാലും യൂസുഫ് അലിന്റെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടാകും. അപ്പൊ യൂസുഫ് അലി ഒക്കെ വിചാരിച്ചാലേ ഇതൊക്കെ രക്ഷിക്കാൻ പറ്റും, അല്ലാതെ ഇതൊന്നും ഒരിക്കലും നടക്കില്ല. കാരണം 34 കോടി കൊടുത്ത് വേറെ എത്രയോ ലൈഫുകൾ സേവ് ചെയ്യുക. ആൾക്കാരെന്തിനാ ഈ ഒരു ലൈഫ് സേവ് ചെയ്യാൻ പ്രയോറിറ്റൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ കാര്യത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല നമുക്ക്, അപ്പൊ ആൾക്കാരും ഡൗട്ട് ചെയ്യില്ലേ. അതെ, ഇതിന്റെ ഇടയിൽ തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഈ ഒരു പേര് പറഞ്ഞ് കുറെ വേറെ ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ ഉണ്ടാക്കി അവര് കുറെ ആൾക്കാരുടെ പൈസ വേറെ. നീ ഒന്ന് ആലോചിച്ച ഇങ്ങനെ ഒരാൾക്ക് ആ ഒരു മനസ്സൊക്കെ വരുന്നേന്ന്. ഒരാളെ വധശിക്ഷക്ക് വിധിച്ച ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ഫണ്ട് റൈസറിന് ഇവരുടെ ബാങ്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിലേക്ക് പൈസ ക്രൗഡ് അല്ല ഫണ്ടിങ് അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്തിട്ട് നേരെ ഇവരെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക. അങ്ങനല്ല സമ്മതിക്കണം, അതായത് ഇങ്ങനൊക്കെ വിചാരിക്കണവരെ സമ്മതിക്കണം എന്ന് ഞാനല്ല. ഇവരൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല, ഗതി പിടിക്കില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അങ്ങനെ ഇത്രയും ആൾക്കാർ ഫണ്ടിങ്ങും കാര്യങ്ങളും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു, ആക്ടേഴ്സ് പോസ്റ്റ് ചെയ്യുന്നു, ടൊവിനോ തോമസ് അടക്കമുള്ള ആക്ടേഴ്സ് ഒക്കെ ഇത് റീപോസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും പ്രവർത്തിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് ഏപ്രിൽ 9 ബോബി ചെമ്മണ്ണൂര്, പൊതുവെ മൂപ്പർക്ക് നല്ലൊരു പേരൊന്നല്ല, എല്ലാ അലമ്പിനും ട്രോഫി വാങ്ങിയ ഒരാള് അല്ലെങ്കിൽ എല്ലാ അലമ്പിന്റെ സെന്ററിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഫുൾ ക്രിറ്റിസിസം ആണ് മൂപ്പരെ കുറിച്ച്. അധികം മതിപ്പൊന്നും ഇല്ലായിരുന്നു. അതെ, ഫുൾ ക്രിറ്റിസിസം ആണ്. മൂപ്പര് എന്ത് ചെയ്തു, മൂപ്പരെ ബോച്ചെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഫാൻസിനൊക്കെ ഗ്യാദർ ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ ഒരു മാർച്ച്, ഈ ഒരു ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള ഒരു സംഭവത്തിൽ മൂപ്പര ഒരു മാർച്ച് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തിരുവനന്തപുരം വരെ തുടങ്ങി കൊച്ചി വരെ എത്തി. ഏപ്രിൽ 16 ആകുമ്പോഴത്തേന് കോഴിക്കോട് എത്തും എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഇവരിത് പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ ഒരു റണ്ണിൽ മൂപ്പര് കുറെ റിച്ച് ആൾക്കാരൊക്കെ ഇതാക്കി ഒരുപാട് ഫണ്ട് അങ്ങ് ക്രൗഡ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ മൂപ്പരുടെ എല്ലാ മാസവും മൂപ്പരെ ആപ്പിൽ നടക്കുന്ന ഒരു ലക്കി ഡ്രോ ഉണ്ട്, ബോച്ചെ ടീ പ്രൈസ് വിന്നേഴ്സ് എന്ന് അതിന് പറയാം. അതായത് ബോച്ചേന്റെ കുറെ ടീ പ്രൊഡക്ട്സ്, വൻ കമ്മ്യൂണിറ്റി ഉണ്ടല്ലേ. ബോച്ചേന്റെ കുറെ ടീ പ്രൊഡക്ട്സ്. സംഭവം എന്താന്ന് വെച്ചാല് ഇത് ആപ്പിൽ ഒരു ഡെയിലി ലക്കി ഡ്രോ ആണ്, ഡെയിലി ഇതിന്റെ ലക്കി ഡ്രോ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്ത് ഡെയിലി ലക്കി ഡ്രോ ആക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. അത് ചിലപ്പം ബോച്ചേന്റെ ചിലപ്പോൾ ചായപ്പൊടി ആവാം, അല്ലെങ്കിൽ കിച്ചണിക്കുള്ള എക്യുപ്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ വലിയ വലിയ ഫ്രിഡ്ജോ അങ്ങനെ എന്തോ ആവാം, റെഫ്രിജറേറ്റർ, ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഇതാണ് അതിന്റെ ഒരു സംഭവങ്ങൾ. ഫുള്ള് മൂപ്പര് ഒരു ആപ്പ് വഴി നടക്കണ. അപ്പൊ അതൊക്കെ മൂപ്പര് ഒരു മാസത്തേക്ക് നിർത്തി വെച്ച് അതിന്റെ ഫണ്ടും ഇതിലോട്ട് മൂപ്പര് ക്രൗഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് എത്ര 5 ദിവസം ബാക്കി ഉണ്ടാവുമ്പോഴേക്കും മൂപ്പര് ആ ഒരു ഇൻഫ്ലുവൻസും പിന്നെ ബാക്കിയുള്ളവരെല്ലാരും പ്രയത്നവും എല്ലാരെ ഷെയറിങ്ങും കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൂടിയിട്ട് 34 കോടി അങ്ങോട്ട് ടിക്കായി. ഞാനൊന്നും എന്റെ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ അതായത് എന്റെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പില് ബോച്ചേനെ കുറിച്ച് നല്ലത് പറഞ്ഞാണ്ട് എന്റെ അമ്മാവന്മാരൊക്കെ ഇത് പോസ്റ്റ് ഇടുന്നുള്ളത്. ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങള് അതിന് തൊട്ട് മുന്നത്തെ ദിവസം എന്തോ പറഞ്ഞിട്ടുള്ളൂ സെമീറിനോട്, ഇത് റെഡിയാകലുണ്ടാവില്ല, പാവം മനുഷ്യൻ, അങ്ങനെയാണ് മൂപ്പരുടെ വിധി, ഇനി വല്ല യൂസുഫ് അലിയൊക്കെ വന്ന് രക്ഷിച്ചാലായി എന്നൊക്കെ പറഞ്ഞ പോലെ. എന്നിട്ട് ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്യാം. അപ്പൊ ഉണ്ട് സെമീർ വിളിക്കുന്നത്. എന്നിട്ട് സെമീർ പറഞ്ഞ, എടാ റഹീമിന്റെ അപ്ഡേറ്റ് നീ കണ്ടോന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു ഇല്ല, എന്തായി? എടാ 34 കോടി റേസ് ചെയ്തടാ എന്ന് പറഞ്ഞേ. ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവൻ പറഞ്ഞു, ആരാ ഇതിന് ചുക്കാൻ പിടിച്ചത് ചോദിച്ചേ. ആരാന്ന് ചോദിച്ചേ, ബോബി ചെമ്മണ്ണൂര് എന്ന് പറഞ്ഞു. അതെ, എല്ലാവരുടെ നെഗറ്റീവ് ഇമേജ് മൂപ്പരെ കുറിച്ച് ഉണ്ടായിരുന്നു. എല്ലാവർക്കും മൂപ്പരോടുള്ള ഒരു മതിപ്പ് അങ്ങോട്ട് മാറി. ഫേസ്ബുക്കിൽ ഞാൻ ഇടക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാറുണ്ട്. അതിലെന്റെ ഓഡിയൻസ് അല്ലെങ്കിൽ ഞാൻ കാണുന്ന പോസ്റ്റർ ഒന്നെങ്കിൽ എന്റെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലെ അങ്കിൾസ്, ഇവരെ പോസ്റ്റർ ഞാൻ പ്രയറായിട്ട് കാണാം. ഇവരടക്കം ഫുൾ ബോച്ചനെ കുറിച്ച് പോസ്റ്റ് ഇടുന്നു, വലിയ വലിയ മലയാളത്തിലുള്ള ക്യാപ്ഷൻസ്. അപ്പൊ എനിക്കിങ്ങനെ തോന്നി മൂപ്പരെന്തോ ചെയ്യട്ടെ, റൈറ്റ് ടൈം
ഹി ഗോട്ട് ഇൻ ഹാൻഡി എന്നൊക്കെ ഉള്ള അതെ, ഞാനും അത് തന്നെയാ വിചാരിച്ചു. ഇപ്പൊ പറയുന്നൊക്കെ കുറെ ഡിസഗ്രി ചെയ്യാൻ, അല്ലെങ്കിൽ പറയുന്ന രീതി എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറൊന്നും ഇല്ല, അങ്ങനത്തെ പല ഉപമകളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ മൂപ്പര് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു മൂപ്പരെ പേര് നന്നാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പേര് നന്നാക്കാൻ ചെയ്തതാണെങ്കിൽ ആയിക്കോട്ടെ, മനുഷ്യ ജീവൻ. ചിലപ്പോ ആ പൈസ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് പോലും നമുക്കറിയില്ല, പ്രശ്നമില്ല. അതെ, പക്ഷെ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഇന്റൻഷൻ മൂപ്പരും ദൈവവും തമ്മിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലെ പോലെ നമുക്കെന്താ അബ്ദുൽ റഹീമിന്റെ ആ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയ എല്ലാവർക്കും. പിന്നെ പോസ്റ്റ് ഒക്കെ ആണ് ഫുള്ള് ദിസ് ഈസ് ദ റിയൽ സ്റ്റോറി ഓഫ് കേരള, അതായത് ഇന്ത്യൻ ടൈംസ് ഒക്കെ അവരെ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ തന്നെ ദ റിയൽ കേരള സ്റ്റോറി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ കേരളൈറ്റ്സ് എന്നാണ് കൊടുത്തത്. കാരണം ഇതിന്റെ മുന്നേ നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിലൊക്കെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അതിന്റെ സ്റ്റോറി എനിക്ക് അറിയെങ്കിൽ നീ ഇവിടെ ഷെയർ ചെയ്യും. എനിക്ക് അതിന്റെ സ്റ്റോറി അറിയില്ല, പക്ഷെ കേട്ടതും കണ്ടതൊക്കെ അറിയുള്ളൂ. ഞങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചിട്ട് വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ഷെയർ ചെയ്യാം. ഇവിടെ പറയാൻ പെർഫെക്റ്റ് ആയിരുന്നു. അതെ, എന്താന്ന് വെച്ചാൽ കേരള സ്റ്റോറിയില് ബേസിക്കലി പറയുന്നത് എന്താന്ന് വെച്ചാല് മുസ്ലിം മലയാളികൾ എന്താ ഈ ക്രിസ്ത്യൻ ഹിന്ദു മലയാളി പെൺകുട്ടികളെ ആയിട്ട് റിലേഷൻഷിപ്പ് നടിച്ചിട്ട് അവരെ കല്യാണം കഴിച്ചിട്ട് അവരെ പ്രഗ്നന്റ് ആക്കിയിട്ട് പിന്നെ ഐസിസിലൊക്കെ ചേരാൻ വേണ്ടി പറഞ്ഞേക്കുക, അങ്ങനെ എന്തൊക്കെയാണ് ഈ കേരള സ്റ്റോറിയിലുള്ളത്. അപ്പോൾ അത് ഈ നോർത്തിലുള്ള ഇന്ത്യൻസ് ഒക്കെ കണ്ടിട്ട് കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. അതെ, ശരിക്കുള്ള ഫാക്ട് അനുസരിച്ച് 2 പെൺകുട്ടികളാണ് അങ്ങനത്തെ രീതിയിൽ അത് എഫക്ട് ചെയ്തത്. പക്ഷെ ആ മൂവിയിൽ വരെ 22,000 കേരള വുമൻ എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ ഭയങ്കരമായിട്ട് മാറ്റി എഴുതി. ക്ലിപ്പ് ഞാൻ കണ്ടു. അപ്പൊ അതിലുണ്ട് മലയാളി പെൺകുട്ടികൾ ഹിന്ദിയിലാ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതെന്താ ഹിന്ദി, അപ്പൊ ഈ സിനിമ ഹിന്ദിയിലാണ്. പിന്നെ ടിപ്പിക്കൽ മല്ലു ഔട്ട്ഫിറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവർ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ മറ്റേ ഒരു പെൺകുട്ടി സ്കൂള് കഴിഞ്ഞ് വരിക അങ്ങനെ എന്തോ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രോക്കും സാധാ യൂണിഫോമും മുടിയൊക്കെ മറ്റേ ബ്രൈഡ്സ് പോലെ ശരിക്കും റിബൺ ഉണ്ടായിരുന്നോ അങ്ങനെ. അതായത് ഇത്രയും ഒരു പാവം കുട്ടീനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത് കേരളന്റെ ഇമേജ് അങ്ങ് ടാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട്. അതൊക്കെ നമുക്കറിയുന്ന ഒരു പഞ്ചാബി ഉണ്ട് ഗാരി എന്ന് പറഞ്ഞിട്ട്, ഇവനൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ബ്രോ കേരള മേ എസേ ഹേ, കേരളത്തിൽ ഇങ്ങനെയാണോ നടക്കുന്നത്, അത് ഉള്ളത് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോടൊക്കെ ചോദിച്ചു. അത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ അങ്ങ് ഇല്ലാതാക്കി. ഏറ്റവും കോമഡി അതല്ല, അതായത് ഞാൻ ഈ അടുത്ത റീൽ കണ്ടിരുന്നു, ഒരു ഹിന്ദു പെൺകുട്ടി, ആ പെൺകുട്ടി റമദാനോ ഈദോ ആയോണ്ട് എന്താ അറിയില്ല ജസ്റ്റ് ഇങ്ങനെ തട്ടൊക്കെ ഇട്ടാണ്ട് ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് ഒരു റീല്, അതായത് ഒരു മതസൗഹാർദ്ദം എന്നുള്ള രീതിയിൽ ആ കുട്ടി അപ്ലോഡ് ചെയ്താ. അതിന്റെ കമന്റ്സ് എടുത്തപ്പോ ഫുള്ള് ഈ BJP ഇവരുടെ ഒക്കെ ആൾക്കാർ, അത് നോർത്തിലുള്ള ആൾക്കാർ വന്നാണ്ട് ദിസ് ഈസ് വാട്ട് കേരള ഈസ് ഡൂയിങ് ടു ദ ഗേൾസ്. പിന്നെ അവർ വന്നാണ്ട് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ വന്നിട്ട് കേരള ക്ലെൻസ് ചെയ്യും, അതേപോലെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ചില അക്കൗണ്ടൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവർ ഈ പ്രൊഫൈൽ ഉണ്ടാക്കി തന്നെ ഇങ്ങനത്തെ ഒരു അജണ്ടക്ക് വേണ്ടി ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചില അക്കൗണ്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് വാട്ട് ദേ ബിലീവ് ബീങ് എ നോർമൽ സിറ്റിസൺ. ഒരു ചിലപ്പം BJP ഫോളോ ചെയ്യണതോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടി ചുക്കാൻ പിടിക്കണവരൊന്നാവില്ല, പക്ഷെ അവിടെ ഉള്ള ഹേറ്റ്രഡും ഇതൊക്കെ സ്പ്രെഡ് ആയിട്ട് ഇവരെ മൈൻഡ് സെറ്റില് ഇതാണ് സത്യം, ഇതാണ് സത്യം. സൈലന്റ് ഡിസ്കോ പാർട്ടിയിലെ സെക്യുലറിസം അങ്ങ് പറഞ്ഞു കൊടുക്ക്. സൈലന്റ് ഡിസ്കോ പാർട്ടിക്കല്ല, പെരുന്നാളിന്റെ അന്ന് ഞങ്ങള് ഇതേപോലെ രാവിലെ ഞങ്ങളെല്ലാരും ഇതേപോലെ ഒരു അറബ് അറ്റയറൊക്കെ ഞാന് ജയാന്റെ കാക്ക ഞങ്ങൾ ഇങ്ങോട്ട് പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞു എല്ലാരും. പിന്നെ വീട്ടില് നമ്മള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. നല്ല ദിവസമായിരുന്നു. പലസ്തീനിയൻ കുഫിയ. അതെ, ഞാന് യൂട്യൂബൊക്കെ നോക്കി എങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തു. അതെ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് തോപിടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് എപ്പോഴും ഒരു ഇമ്പോസ്റ്റർ ഫീലിംഗ് ആയിരുന്നു. അതായത് ഞാൻ സൗദിയിലാണ് ജനിച്ചു വളർന്നതൊക്കെ, പക്ഷെ ഞാൻ ഇന്നവരെ തോപിടാത്തന്നെ ഞാൻ ഒരു സൗദി അല്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ തോപിടാറില്ലായിരുന്നു. പിന്നെ എൻ്റെ കാക്ക സഹീന് ഭയങ്കര ആഗ്രഹമാണ് തോപിടാന്. ഇവിടെ എൻ്റെ കാക്ക ഞങ്ങളെ പറഞ്ഞ് അങ്ങ് കൺവിൻസ് ചെയ്ത് അവസാനം ഞാൻ ഈ ബ്ലാക്ക് തോബ്, എൻ്റെ കാക്ക ഒരു മെറൂൺ തോബും സെമീർ ഈ നേവി ബ്ലൂ തോബൊക്കെ ഉണ്ട്. ഞങ്ങൾ മാച്ചിങ് ഒക്കെ ആക്കിയിട്ടാണ് പെരുന്നാൾ ആഘോഷിച്ചത്. അതെ, അങ്ങനെ പെരുന്നാൾ ആഘോഷം ഞങ്ങൾ രാവിലെ ഒരു ഉച്ചക്കായപ്പോത്തിന് ഫാമിലി എന്റർടൈൻമെന്റ്
എന്റർടൈൻമെന്റ്സ് ഒക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കോൾ ചെയ്തിട്ട് പറഞ്ഞു വാ നമുക്ക് കോളേജിൽ പോവാ, ഇന്ന് കുറെ ഇവന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു എന്ത് ഇവന്റ്സ് ചോദിച്ചു. അപ്പൊ നോക്കുമ്പോ എന്താ, ഞങ്ങളെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡൽഹിയിൽ നിന്നുള്ള ഫ്രണ്ടാ, അവർക്ക് അന്ന് നവരാത്രിയാണ്. അതേപോലെ എൻ്റെ പഞ്ചാബിൽ നിന്നുള്ള ഒരു ഫ്രണ്ടിന് ഏർലി വൈസാഖി സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു റിച്വൽസ് എന്തോ ആണ്, അതിന്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വൈസാഗ്, അതായത് ആന്ധ്രയിലുള്ള വൈസാഗ് എന്നുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് ഉഗാദിയാണ്, അതായത് അവരുടെ ന്യൂ ഇയർ ആണ്, തെലുങ്കു ന്യൂ ഇയർ ആണ് അന്ന് നടക്കുന്നത്. അതേപോലെ എനിക്ക് ഈദ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാരും ഞങ്ങളെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് കോളേജിലൊക്കെ പോയി. ട്രഡീഷണൽ ഡ്രസ്സോ? ബോൺ ആൻഡ് ബ്രോട്ട് ഓഫ് സൗദി ആണല്ലോ. അതെ, ഞങ്ങൾ ഇങ്ങോട്ട് കോളേജിലൊക്കെ പോയി ഫോട്ടോസ് ഒക്കെ എടുത്തു. ഒരു സെക്യുലർ രീതിയിലാണ് ഇവിടെ ഉള്ള എല്ലാവരും ഞങ്ങൾ ഇത് ആഘോഷിച്ചതൊക്കെ. കോളേജിലൂടെ പോകുമ്പോൾ ഒക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം ഇവര് ഫുള്ള് ഇവരുടെ ഇന്ത്യൻ ട്രഡീഷണൽ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഞാനാണ് ഫുള്ള് ഒരു അറബ് ലുക്ക്. ഇങ്ങോട്ട് ആൾക്കാരൊക്കെ ഫുള്ള് നോക്കുക, കാണുമ്പോ ഓരോ വിചാരം ഓ ഏതോ അറബി ചങ്ങായി 3 പെൺകുട്ടികളൊക്കെ ഇന്ത്യൻ പെൺകുട്ടികളെ അതെ റിസ് ചെയ്ത് ഓയിൽ മണി അങ്ങനെയുള്ള സെക്യുലർ രീതിയിലൊക്കെയാണ് ഞങ്ങൾ ആഘോഷിച്ചത്. സോ ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു ടേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുക. അതെ, അപ്പം നമ്മളുടെ മലയാളികൾ ഒരുമിച്ച് വന്നിട്ട് റഹീമിനെ രക്ഷിച്ചു അല്ലേ? അതെ, പ്രൗഡ് ടു ബി എ മലയാളി, പ്രൗഡ് ടു ബി എ കേരളൈറ്റ്. ഓ സ്റ്റോറിയൊക്കെ എല്ലാവരും ഇടും അതന്നെയല്ലേ, കൊള്ളാം. അതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് Q&A എപ്പിസോഡായിരുന്നു. ഞങ്ങൾ മാക്സിമം എല്ലാ ആൻസേഴ്സും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിരുന്നു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് അതിൽ വിട്ടുപോയി. സെമീർ മനഃപൂർവ്വം ലീവ് ഔട്ട് ചെയ്തു. അല്ല, എന്തിനാണ് നീ ചെയ്തേ? അതായത് എന്റെ എൻജിഎൽ വന്നൊരിതാണ് അനോണിമസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അയക്കണ ഒരു ആപ്പാണ്. അതിൽ വന്നാണ് ടെൽ us more about ഏഞ്ചൽ എന്നുള്ളത്. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോഡ്കാസ്റ്റിൽ 2 തവണ വന്ന ഞങ്ങളെ സ്കൂൾ ഫ്രണ്ട് ആണ്. 2 തവണ വന്നിട്ടുള്ളൂ? 3 തവണ ആയില്ലേ? 3 തവണ വന്നേ. 3 തവണ വന്ന ഏഞ്ചൽ. അപ്പം സയാൻ tell us more about ഏഞ്ചൽ. സൗകര്യല്ല. ഏഞ്ചലിനെ കുറിച്ച് എന്താ പറയണ്ടേ? എന്താണ് അവർക്ക്, അതായത് ഹൗ ഇസ് ഏഞ്ചൽ ആസ് എ ഫ്രണ്ട്? എപ്പിസോഡ് ഇങ്ങനെ കേൾക്കുമ്പോ അങ്ങനെ ഏഞ്ചലാ നിർത്തിയേ. ഹൗ ഇസ് ഏഞ്ചൽ ആസ് എ ഫ്രണ്ട്? ഞാൻ കണ്ടതില് ഭയങ്കര ഒരു പ്യുവർ സോളും ഭയങ്കര ഒരു എന്താ പറയാ നിഷ്കുവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് പലപ്പോഴും തോന്നുന്നുണ്ട് ഇത്ര നിഷ്കളങ്കത ആയാല് ലോകം ഇവളെ അങ്ങ് പറ്റിച്ചിട്ട് അങ്ങ് പോകുമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ലോകത്തിന് വിട്ടുകൊടുക്കില്ല, ഞങ്ങളാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഏഞ്ചൽ ഒരു ഭയങ്കര ഒരു ഗുഡ് ഫ്രണ്ട് ആണ്. ഒരു ഗുഡ് ഫ്രണ്ട് ഹാഡ് എ ഫേസ്, അതാണ് ഞാൻ ഏഞ്ചലിന് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഏഞ്ചൽ ഒരു ഏഞ്ചലാണ്. അതെ, ഏഞ്ചൽ ലിറ്ററലി ഒരു ഏഞ്ചൽ, നിഷ്കുവാണ്, ഒരു റിലയബിൾ ഫ്രണ്ട് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാല് ചിലപ്പം അവളെ കൊണ്ട് അത് സാധിക്കൂല, പക്ഷെ എന്നാലും അത് സാധിക്കും എന്നുള്ള രീതിയിൽ അവള് സംസാരിക്കുള്ളൂ. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയായിരിക്കും ഈ ഒരു സംഭവം ഇവളെ വിളിച്ചിട്ട് കാര്യമില്ല, അത് ഇമ്പോസിബിൾ ആണ്, ഇവക്ക് ചിലപ്പോൾ അത് സോർട്ട് ചെയ്യാൻ പറ്റില്ല. പ്യുവർ ഹാർട്ടാണ്. അതെ, സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ളവരുടെ ഒരു സന്തോഷത്തിന് ഭയങ്കര പീപ്പിൾ പ്ലീസർ ആണ്. അതൊരു ക്വാളിറ്റിയാണ്, വീക്ക്നെസ് ആണ്. അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങൾ അവളോടും പറയാറ്. അതെ, സോ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഏഞ്ചലിനെ കുറിച്ച് പറയാനുള്ളത്. അതെ, ഏഞ്ചലെ മതി നിർത്തിയേ. ഭയങ്കര പ്രൊമോഷൻ ആയല്ലോ. ഇപ്പൊ അടുത്ത് ടൊറോണ്ടോ പോലീസ് കൊണ്ടുവന്ന അപ്ഡേറ്റ് നീ കണ്ടോ? അവരൊരു പ്രസ്താവന വെച്ചു. എനിക്ക് മനസ്സിലായി, മറ്റേതല്ല, അതായത് ടൊറോണ്ടോയിൽ ഇപ്പൊ ക്രൈംസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോലീസ് അതിന്റെ ഒരു ചാർജസ് ഒന്നും എടുക്കുന്നില്ല. കാരണം ചിലപ്പോൾ ക്രൈം ചെയ്യണ ഹോംലെസ് ആൾക്കാരാവും. അപ്പൊ ഇവര് പറയും ഹോംലെസ് ആൾക്കാരൊന്നും ചെയ്യാൻ പറ്റില്ല, അത് പ്രശ്നമാണ് പറയും. അല്ല, ഇവര് പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല ക്രിമിനൽസിനെ, ഇവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല. ഇവര് പറയാ ടൊറോണ്ടോയില് ഭയങ്കരമായിട്ട് കാർ തെഫ്റ്റ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവര് ഭയങ്കര ഡേഞ്ചറസ് ആൾക്കാരാണ്, ഇവര് വീട് കുത്തി തുറന്ന് ചാവിയൊക്കെ എടുത്ത് പോവാണ്, ഇവര് വെപ്പൺസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. ഇവര് ലിറ്ററലി പ്രസ്താവനയിൽ പറഞ്ഞതാണ്. ലിറ്ററലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഫ്രണ്ട് ഡോറിന്റെ അവിടെ നിങ്ങളുടെ കാർ ലീവ് ചെയ്താൽ നിങ്ങളെ തടിക്ക് കേടുണ്ടാവില്ല. അതെ, അതായത് അവര് പറയാ ഞങ്ങള് പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട്, പോലീസ് ആർ ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ. പക്ഷെ നിങ്ങൾ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി നടക്കണമെങ്കിൽ നിങ്ങൾ വണ്ടിന്റെ ചാവി ആ ക്യാബിനറ്റ് വെച്ചാ അവരത് വന്ന് വണ്ടി എടുത്ത് പോയി. എനിക്കണ്ട് പൊളിഞ്ഞത് കേട്ടപ്പോ ഇൻഷുറൻസ്, കാനഡയിലെ ഇൻഷുറൻസ് പറഞ്ഞാൽ
തീ വിലയാണ്. എന്നിട്ട് ഇത്രയും ഇൻഷുറൻസ് കൊടുത്ത് ഇത്രയും ടാക്സ് ഒക്കെ കൊടുത്ത് നിന്നിട്ട് ഇവര് പറയാ ഞങ്ങൾക്ക് കാർ തെഫ്റ്റ് ഒന്നും നിർത്താൻ കഴിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ തടി രക്ഷിക്കാൻ ചാവി കൊണ്ടുപോയി ഏറ്റവും മുന്നിൽ വെച്ചോന്ന്. അപ്പൊ ഞാൻ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ചാവി കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ഡോറിന്റെ അവിടെ വെച്ചോന്ന്, വണ്ടിയുടെ ചാവി. അപ്പൊ ഞാൻ പറഞ്ഞേ അന്നൊരു കാര്യം ചെയ്യാം, വണ്ടി സ്റ്റാർട്ടാക്കി എണ്ണ അടിച്ചു കൊടുക്കുക. പിന്നെ ഫുള്ള് മീംസ് ഒക്കെ ഇറങ്ങിയിരുന്നോ. ഞാൻ എന്താ ടൊറോണ്ടോയിലുള്ള ആൾക്കാർ തീവ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് എന്താ പറയാ ഒരു പാത്രത്തില് കാറിന്റെ ചാവി, ഇപ്പുറത്തൊരു സുലൈമാനി എന്താ പഞ്ചസാര ക്യൂബ്സിൽ വെച്ച് അവരെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കുടിക്കാൻ, എന്നിട്ട് വണ്ടി എവിടെയാണുള്ളതെന്നൊക്കെ എഴുതി ലൊക്കേഷൻ ഒക്കെ വെച്ചേക്കാം. അതെ. പിന്നെ അത് ഞാനൊരു വീഡിയോ ഉണ്ട്, ഒരു റോൾസ് റോയ്സ് കാറൊക്കെയാണ് തെഫ്റ്റില് കൊണ്ടുപോയത്. ഒരു റോൾസ് റോയ്സ് ഒക്കെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, സാധാരണക്കാരുടെ കാറിൽ ഈ മറ്റേ ഓട്ടോമേറ്റഡ് സ്റ്റാർട്ടിങ് ഇല്ലാത്ത സ്പാർക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ വണ്ടികളെ കള്ളന്മാര് നോക്കുകയും പൈസക്കാരടുത്ത് നിന്ന് കക്കരുത്, പാവപ്പെട്ടവരടുത്ത് നിന്ന് കട്ടാല് അവർക്ക് കേസിനും വക്കാലത്തിനും ലോയേഴ്സിനൊന്നും വെക്കാൻ പൈസ ഉണ്ടാകില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നുമില്ല, റോൾസ് റോയ്സ് ഒക്കെ ഇവര് അങ്ങനെ കൂറ്റി പൊട്ടിച്ച് എടുത്തോണ്ട് കൊണ്ടുപോവുക. എന്ത് കഥ. അതുപോലെ തന്നെ US പിറ്റ്സ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോലീസ് പറഞ്ഞേക്കാണ്, ഇനി മുതൽ തെഫ്റ്റ്, ഹറാസ്മെന്റ്, മിസ്ചീഫ്, ബർഗ്ലറി അലാംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അടിച്ചാല് പോലീസ് വരില്ല എന്ന്. ഇൻസ്റ്റഡ് നിങ്ങൾക്ക് 911 വിളിക്കുന്നതിന് പകരം വേറൊരു നമ്പർ, അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി റിപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ അവർക്ക് സമയം ഉണ്ടാകുമ്പോൾ അതിലേക്ക് എത്തിക്കോളുന്ന്. പക്ഷെ നീ ഒരു റിപ്പോർട്ട്, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ അത് അവർ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് അവർ നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ എത്തിച്ചോളാം. തെഫ്റ്റ്, ബർഗ്ലറി, ഹറാസ്മെന്റ്, മിസ്ചീഫ്, ഗ്രേറ്റസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുന്നത് USA. അതേപോലെ തന്നെ 3 മണി മുതൽ 7 മണി, രാത്രി പുലർച്ചെ 3 മണി മുതൽ 7 മണി വരെ ഈ പിറ്റ്സ്ബർഗ് സ്ഥലത്ത് 7 പോലീസ് സ്റ്റേഷനായിട്ടുണ്ട്. ഈ 7 പോലീസ് സ്റ്റേഷനിലും പോലീസുകാരുണ്ടാവില്ല. പകരം വെറും ഫുൾ സിറ്റിയിലോ ഈ ഫുൾ ഏരിയയില് വെറും 13 പോലീസുകാരെ ഇവർ എംപ്ലോയ് ചെയ്യുന്നു. എന്താ നടക്കുന്നത്? ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? ഞാൻ പറയണ എന്താ അറിയോ, നമുക്ക് ഇനി പോലീസിനും നിയമവ്യവസ്ഥിതിയിലൊന്നും റിലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ തോക്കും വെപ്പൺസ് ഒക്കെ ലൈസൻസ് എടുത്ത് നമ്മളെ കളിത്തോക്കടെ ഈ പോലീസ് ആരെങ്കിലും ചവിട്ടി ഡോറ് തുറക്കാം, നമ്മള് കളിത്തോക്കായിട്ട് അവരെ പേടിപ്പിക്കാൻ നിൽക്കുന്നതിന് അവര് ശരിക്കുള്ള ഉണ്ട കൊടുക്കും. എനിക്ക് നിർഭാഗ്യവശാൽ എന്റെ പോഡ്കാസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, ഞാൻ ഈ പോലീസിന്റെ സംഭവം അറിഞ്ഞപ്പോഴാണ് ലൈക്ക് ഞങ്ങളെ കോളേജിലെ ഫ്രണ്ട്സും അപ്പം ഞങ്ങളെ ഫ്രണ്ടിന്റെ ഒരു വീട്ടിക്ക് വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടില് ലൈക്ക് എന്റെ ഫ്രണ്ട്സ് റയൻ, ഊഹ ഇവരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഊഹ എന്തോ കൈ തട്ടിയാണ്ട് മറ്റേ 911 കോള് പോയി. 911 കോള് പോയി. ഇവള് അപ്പൊ തന്നെ കോൾ എടുത്ത പാടന്നെ ഇവള് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് കട്ട് ചെയ്ത്. അതിൽ ഇവര് തിരിച്ചു വിളിച്ച്, കാരണം പൊതുവെ ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്ത് ഓരെന്താ വിചാരിക്കുക, ചിലപ്പോ ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അറ്റാക്കർ കൂടെ ഉണ്ടായോണ്ടാവാം ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇവര് തിരിച്ചു വിളിച്ചപ്പോ ഇവള് കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത്, ഞാൻ അറിയാതെ എന്റെ അടുത്തുനിന്ന് ഡയലായി പോയതാണ്. കൃത്യമായിട്ട് 911 എമർജൻസി ബട്ടൺസ് ഉണ്ടല്ലോ, അങ്ങനെ ഇവള് പോലീസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്റെ അടുത്ത് അറിയാതെ പറ്റിയതാണ്, ഞാൻ സേഫ് ആണ്, എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ പോലീസ് പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കണം എന്താണ് ഇഷ്യൂ, അല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്താലും ഞങ്ങൾ ബോധേഡ് ആവും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉള്ള രീതിയിൽ അവര് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ഇങ്ങോട്ട് ഊഹനോട് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു, ഈ എവിടെയാണ് താമസിക്കണേ, ഇപ്പൊ ഈ എവിടെയാണ് ഉള്ളത്, ആ വീടിന്റെ അഡ്രസ് എന്താണ്. അതെ, എന്നിട്ട് ഞങ്ങളെ ഫ്രണ്ടിന്റെ വീട് റായൻ, അവന്റെ വീടിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതവിടെ കഴിഞ്ഞോട്ടെ. ഇത് ഇപ്പോഴൊരു വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ നടക്കണേ. പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാവരും റായന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ഫുള്ള് ചിരിച്ച് സംസാരിച്ച് നിൽക്കുക. അതിലുണ്ട് പെട്ടെന്ന് ഒരു 12:30-1 മണി സമയമൊക്കെ ആയപ്പോണ്ട് ഇവന്റെ വീടിന്റെ പുറത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ അടിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ സംഭവം. പിന്നെ നോക്കിയപ്പോ മനസ്സിലായി കോപ്സ് ആണെന്ന്. അപ്പൊ നമ്മള് വിചാരിച്ച് ചിലപ്പോ ഇപ്പൊ ഒരു സ്ട്രീറ്റിന്റെ എന്തെങ്കിലും ഒരു സ്ട്രീറ്റ്സ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ലൈറ്റ് അടിച്ച് പോയിരിക്കും ഒക്കെ വിചാരിച്ചു. പക്ഷെ സംഭവം അതല്ല.
പിന്നെ 2 കോപ്സ് ഇറങ്ങി, ഒരു പെണ്ണും ഒരാണും. അങ്ങനെ ഇവരെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ വീടിന്റെ ജനൽക്കൊക്കെ ഇങ്ങനെ അടിച്ച്, അപ്പൊ തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇത് ഇന്ന് ഈവനിങ് ഇവള് വിളിച്ചോണ്ട് ചിലപ്പോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നാവും പറഞ്ഞിട്ട് ഇതായി. അങ്ങനെ ഇവര് വന്ന് നോക്ക് ചെയ്ത്, അപ്പൊ റയാനാണല്ലോ വീടിന്റെ ഉടമസ്ഥാവും കറക്റ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ ഇവ വാതിൽ തുറന്ന്, അപ്പൊ ഇവരപ്പൊ തന്നെ ഞങ്ങക്ക് ഇവിടുന്ന് ഞങ്ങക്ക് ഇവിടുന്ന് ഒരു കോള് വന്നിരുന്നു, ഒരു എമർജൻസി കോള്. അപ്പം ആരാ വിളിച്ചൊക്കെ ചോദിച്ചു. അതിൽ ഊഹ വന്നാണ്ട് ഞാനാണ് വിളിച്ചത്, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും ഇവിടെ കൂടാണ്, എന്റെ അടുത്തൊന്നും അറിയാതെ പറ്റിയതാണ്, അപ്പൊ ഓരിങ്ങനെ ഞങ്ങളൊരു ചെക്കപ്പ് എന്നുള്ള രീതിയിൽ വന്നതാണ്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഇതായി. അതവിടെ കഴിഞ്ഞു. കെയർഫുൾ ആവുന്നുണ്ട്. അതെ, പക്ഷെ എനിക്ക് 2 തോട്ട്സ് ആണ് ആ ടൈമിൽ വന്നത്. ഒന്ന്, ഇവര് ഇത്രയും നീ പറഞ്ഞ ഇത്രയും ഒരു കെയർഫുൾ ആയിട്ട് ഒരു എമർജൻസി കോൾ വന്ന് രണ്ടാമത് വിളിച്ചു പറഞ്ഞിട്ടും ഇവരെ അഡ്രസ്സിൽ 2 ഓഫീസേഴ്സിനെ വിട്ടിട്ട് അന്വേഷിച്ചു. സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചാല്, ഈ കോള് നടക്കണ 6 മണിക്ക് വൈകുന്നേരം, പുലർച്ചെ 1 മണിക്ക് വന്ന് അന്വേഷിച്ചിട്ട് അവിടുന്ന് എന്ത് കിട്ടാനാണ്? ഇപ്പൊ സപ്പോസ് ഇവർക്ക് തോന്നാണ് ഇവിടെ എന്തോ ഒരു ഗഡ്ബഡ് അല്ലെങ്കിൽ എന്തോ ഒരു വശപ്പശക ഉണ്ടെങ്കിൽ ഒരു 1 hourലെങ്കിലും ഒരു വന്നിട്ടോ നോക്കണ്ടേ. പക്ഷെ ഇത്രയും ലേറ്റ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, സംഭവം ഇവരെ പോയിന്റ് എന്താണ്? ഇവര് സുരക്ഷയാണോ ഇവരെ അലസതയാണോ ഇതിലൂടെ കാണിക്കുന്നത്? അത് ശരിയാ. അതെ, അങ്ങനെ 2 തോട്ട്സ് ആണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പൊ ഇങ്ങനെ ഞാനും ഇങ്ങനെ ആലോചിച്ച്, ഇവിടുത്തെ പോലീസുകാരൊക്കെ ഡിപ്പെൻസ്. ഞാൻ എന്റെ ഫസ്റ്റ് നൈറ്റ് ഇൻ കാനഡന്റെ സ്റ്റോറി പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? മറ്റേ നീ ഏതോ ഒരു KFC-ലെറ്റ് കയറാൻ നോക്കിയാൽ ഞാൻ പറഞ്ഞതാ. ഓക്കെ, സ്കിപ്പ്. കേൾക്കാത്തവർ പണ്ട് ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങള് എല്ലാ എപ്പിസോഡിലും അല്ല, ചില എപ്പിസോഡിലൊക്കെ ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് വന്ന കുറച്ച് മെമ്മറബിൾ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വായിക്കുകയാണ്. അതിൽ ഞങ്ങളെ ഷിഹാസ് മുഹമ്മദ് ബ്രോ അങ്ങേര് പറഞ്ഞിരിക്കുകയാണ്, എനിവേ ഐ ലൈക്ക് യുവർ കോണ്ടന്റ്, എസ്പെഷ്യലി ദ വേ യു ഗൈസ് പ്രസന്റ് ഇറ്റ്. ഐ ഹാവൻറ്റ് സീൻ മച്ച് ടു ബി ഓണസ്റ്റ്, ബട്ട് വാട്ട് എവർ ഐ ഹാവ് സീൻ റിയലി എൻജോയ്ഡ് ഇറ്റ്, വിൽ ബി ഫോളോയിങ് റെഗുലർലി. താങ്ക് യു സോ മച്ച്. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് കമന്റും ഫീഡ്ബാക്ക് എന്ന് പറയുന്നതാണ്. നമ്മളെ പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ആണ്, നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ സിഞ്ചുൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ പയ്യൻ, നമുക്ക് പുരുഷോ, ബാക്കി ഗസ് ചെയ്യണം, പുരുഷോത്തമനാവും. അടിപൊളി, എനിക്കിഷ്ടായി. അതാണെങ്കിൽ അതെ, സിഞ്ചുൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു, ബ്രോ ഞാൻ നിങ്ങളുടെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നമ്മളുടെ പോഡ്കാസ്റ്റ് ഡിസ്കവർ ചെയ്തതെന്ന്. അപ്പൊ പറഞ്ഞു, സ്പോട്ടിഫൈയിൽ പോപ്പുലർ മലയാളം പോഡ്കാസ്റ്റിൽ നമ്പർ 1 നിങ്ങളെയാ കണ്ടത്, അപ്പൊ തോന്നി ഒന്ന് മുട്ടി നോക്കാമെന്ന്. ഞാൻ അടിച്ചു നോക്കിയ, ഞാൻ പോലും എന്റെ കാക്കന്റെ ഫോൺ എടുത്ത് അടിച്ചു നോക്കി. പക്ഷെ നമ്മളല്ല വന്നത്, നമ്മള് താഴെ 12ാമത്തേക്കാ വന്നത്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ അൽഗോറിതം ഒക്കെ അല്ലേ വരാം. അപ്പൊ ഇവനും ഇത് പറഞ്ഞ പോലെ തന്നെ, the way you guys converse, the energy you have and the humor sense is really good. You guys try to bring change or something often in episodes by introducing people like Prapti and your friends. Angel കുറിച്ചാണ്. ദാറ്റ്സ് ഗുഡ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച്. ഇവർക്കുള്ള റിപ്ലൈ ഒക്കെ നമ്മൾ DMs കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുസാന ഇക്ബാൽ ഡോക്ടർ സുസാന ഇക്ബാൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഒരു കമന്റിൽ പറഞ്ഞതാണ്, found you guys on my lowest of days and I've been listening on Spotify while driving to work and watching the videos and it's been a great delight. Thank you for this. ഓൾസോ ആൻ അലുമിനി ഓഫ് IISJ. നമ്മളെ സ്കൂളിൽ പഠിച്ച സീനിയറാണ്. സോ താങ്ക് യു സുസാന. സുസാന നമ്മളുടെ എല്ലാ എപ്പിസോഡിലും കമന്റ് ചെയ്യാറുണ്ട്, റിപ്ലൈ അയക്കാറുണ്ട്, DM ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. എനിക്കും. നീ എന്നെ കോപ്പി അടിക്കുക. അതുപോലെ തന്നെ മൻസിയ ഹംസ നമ്മളോട് പറഞ്ഞിട്ട്, ഹായ് സയാൻ ആൻഡ് സെമീർ ബ്രോ, I just a quick note to say I'm a huge fan of After Hours Malayalis. Your insights and discussions always brighten my day. Keep up the fantastic work എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് മൻസിയ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. സോ നിങ്ങളുടെ DMs, നിങ്ങളുടെ കൊമന്റ്സ് ഒക്കെ ഞങ്ങൾ വായിക്കാറുണ്ട്. സോ റീച്ച് ഔട്ട് ടു അസ്. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ്സിൽ പറയാ. എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയാണ്. കാരണം എന്താന്ന് വെച്ചാല്
ഞാനും ജയാനും ഉള്ളൊരു ഒരു കാൻഡിഡ് ഫോട്ടോ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിട്ടിരുന്നു. അപ്പൊ ഒന്ന് രണ്ട് നല്ല മൂന്നാല് നല്ല കമന്റ്സ് ഒക്കെ വന്നു. അതായത് വെൻ ഷീ സേസ് ഓളാ തട്ടമിട്ട് കഴിഞ്ഞ എന്റെ സാറേ എന്ന് പറഞ്ഞിട്ടും പിന്നെ മൈ ഡയറ്റ് ലുക്കിംഗ് അറ്റ് മീ വൈൽ വാച്ചിങ് ദി ഈദ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. വേറെ ഒന്ന് രണ്ടെണ്ണം വന്ന എന്താന്ന് വെച്ചാല് കന്തൂറ ക്രോസ് നിസ്കാര കുപ്പായം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് വന്നിട്ടുണ്ട്. സോ എന്ത് കമന്റ് ആയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ബട്ട് ഡു ലെറ്റ് us know in the comments. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. ഇറ്റ്സ് ഹാസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സമീർ റോഷൻ ആൻഡ് സയാൻ സാക്കിർ. പീസ് ഔട്ട്. ഇങ്ങനെ കിട്ടുക സംസാരിച്ച എന്തായാലും വരും. ഓൾവേസ് ഈസ് ഇൻ മൈ ഫ്രെയിം. ഒരു കോടി എന്ന് പറഞ്ഞാൽ അല്ല 100,000 എന്ന് പറഞ്ഞാൽ 1 ലക്ഷം, 1 ലക്ഷം, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 1.5 മില്യൺ എന്ന് പറഞ്ഞാല് 15 ലക്ഷം. ഓക്കെ, കോട്ട് ലൈഫിൽ അർബാബിന്റെ മാതിരി ഡ്രസ് ചെയ്തത്